ആ അച്ഛാ ദാ മരുന്ന്. അച്ഛാ ഉച്ച കഴിഞ്ഞാ ഞാൻ വൃന്ദാവനം വരെ ഒന്ന് പോവും. അതെന്തിനാ നീ ഒറ്റയ്ക്ക് പോകുന്നത്? ഒന്നുമില്ല, ചേച്ചിയും മോളെ ഒന്ന് കാണണം. എന്നാ പിന്നെ ഊണ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. കുഞ്ഞുമോളെ കാണാതിരുന്നിട്ട് എനിക്കും മനസ്സിലൊരു വിഷമം. ശരി അച്ഛാ. അച്ഛാ ദേ അച്ഛ ചേച്ചിയും കുഞ്ഞും. മോളെ അച്ഛ ചേച്ചി എന്നതാ എന്തുവാടാ? ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്താ കാര്യന്ന് സേതോട്ട് തന്നെ ഇവളോട് ചോദിക്കേ. ഇന്ന് രാവിലെ ഉണർന്നപ്പം ഇവക്കൊരു ഭൂതോദയം ഇങ്ങോട്ടേക്ക് പോരണോന്ന്. ഞങ്ങളാരും എത്ര ചോദിച്ചിട്ടും ഇതുവരെയും അവൾ ഒരു കാരണവും പറഞ്ഞിട്ടില്ല. ഇത് അവളുടെ വീടല്ലേ, അവൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. അതിനെന്തിനാ കാരണം പറയുന്നത്? ആ മോളെ നീ തന്നെ മോളെ ഞാനും എന്ന് എടുക്കട്ടെ. ആ ഓ വാവേ എന്തടാ. ഇതൊക്കെ എവിടെങ്കിലും നടക്കുന്ന കാര്യമാണോ സേതുവേട്ട? ആയുർവേദ ചികിത്സയൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വാങ്ങിച്ച മരുന്നല്ല അതേപോലെ തന്നെ വീട്ടിൽ ഇരിക്കുക. ഇവൾ ഇങ്ങനെ കിടന്ന് വാശിപ്പിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പോട്ടെ, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അമ്മ ഒറ്റ ശ്വാസത്തില് അങ്കിളിനോട് ഒരുപാട് ചോദിക്കാതെ. അങ്കിള് വയ്യാതിരിക്കുമല്ലേ? എന്തിനാ ചേച്ചി എല്ലാരും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച്? കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ആ ചോദിക്കേ. അതോ നമ്മുടെ വീട് ചേച്ചിക്ക് അത്രയ്ക്ക് മടുത്തോ? മടുത്തിട്ടൊന്നുമില്ല, അവിടെ എല്ലാവരും എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ആശുപത്രിയിൽ നേരെ ഇങ്ങോട്ട് പോരാന്ന്. അതവളുടെ സ്വന്തം വീട് തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പൊ ഇവളുടെ ശ്വാസവും ജീവിതവും അല്ല ഈ വീടാ. ഇവിടെ നിന്ന് അധിക നാള് മാറി നിൽക്കാൻ അവൾക്ക് കഴിയില്ല. അവിടെ താമസിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അവൾക്കിഷ്ടം ഇവിടെയാ. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ.
അവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാം ഒരുപോലെയല്ലേ? അതെ. അമ്മുക്കുട്ടി എവിടെ? എനിക്കാണെങ്കിൽ അമ്മുക്കുട്ടിയെ കാണാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും അവളെ കാണുന്ന ഉള്ളിലൊരു തോന്നലാ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഓ, സ്നേഹയാണല്ലോ. ഹലോ, എന്താടോ? ധനുഷേട്ടാ, സച്ചേട്ടൻ ഓഫീസിലുണ്ടോ? ക്യാബിലുണ്ടല്ലോ. എന്താ കാര്യം? സച്ചേട്ടനോടെ ഒന്ന് വീട്ടിലോട്ട് വരാൻ പറയോ? ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? സർപ്രൈസ് ആയതുകൊണ്ടല്ലേ പറയാത്തത്. അതെന്താന്ന് സച്ചേട്ടൻ നേരിട്ടൊന്ന് കാണട്ടെ. ചിണുങ്ങാത്ത കാര്യം പറവണേ. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? സച്ചേട്ടൻ ഇവിടെ ഓഫീസില് ഒരു ജോലി ഇല്ലാതിരിക്കുകയാണെന്നാ? എന്റെ ധനുഷേ, അർച്ചനടുത്തേയും കുഞ്ഞും തിരിച്ചു വന്നൂന്ന്. നീ എന്താ തമാശ പറയാണോ? അല്ല, ഞാൻ സത്യം പറഞ്ഞതാ. സച്ചേട്ടനോട് വേഗം വരാൻ പറ. ശരി ശരി, നീ ഫോൺ വെക്ക്. ഞാൻ പോയി സച്ചേട്ടനോട് പറയാം.